ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും ആ, ഒരു 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 സെക്കൻഡ്. പോക്കിരിയുടെ കാലിന് സുഖമില്ല, അതുകൊണ്ടാണ് മുഖം കാണിക്കാത്ത കേട്ടോ. പറയാൻ അതെ, പറഞ്ഞിട്ട്. ഞാൻ പ്രത്യേകം പറയാൻ പറഞ്ഞു. അതെ, കാലിന് സുഖമില്ലാത്തതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല എന്ന്. ഓക്കെ, എന്താന്ന് മനസ്സിലാവണല്ലേ, പോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ചില അപ്ഡേറ്റ്സ് ആണ്. പിന്നെ അടുത്ത ആഴ്ച ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല. അടുത്ത ആഴ്ച നമ്മൾ മറ്റ് സംഭവങ്ങൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിപ്പോൾ യുദ്ധം രണ്ടാമത്തെ ആഴ്ച ആയതുകൊണ്ടാണ്. ഇത് ആദ്യത്തെ ആഴ്ചയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാവും, പിന്നെ നമ്മൾ അത് വെറും വാർത്തയായിട്ട് മാറും. അതാണ് സത്യം. യുക്രൈനും റഷ്യ യുദ്ധം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഓക്കെ, അപ്പോൾ ഇത് ഗാസയിൽ നിന്ന് മറ്റൊരു ആള് കൊലപ്പെടുത്തിയ ഒരാളെ ബോഡി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. വീണ്ടും 11ാമത്തെ ആളാണ് അങ്ങനെ. അപ്പോൾ ഗാസയിലേക്ക് ഇപ്പോൾ പുതിയ ഗിഡിയോൺ സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ആ ഒരു പദ്ധതി തുടങ്ങിയതിന് ശേഷം കുറേ പേര് ഇതുപോലെ ബോഡി എടുക്കുന്നുണ്ട്. പലതും ഒരു കാര്യം പറഞ്ഞോട്ടെ പോക്കിരി. ഈ ഫാമിലിയുടെ വീട്ടിലാണ് ഞാൻ പോയത്. ഈ ആറ്റ്സ്ലി, ലിലിയത്ത് ആറ്റ്സ്ലി. യെസ്, ലിലിയത്ത് ആറ്റ്സ്ലിയാണ് ആ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അന്ന് അവർ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡിനെ തട്ടിക്കൊണ്ടുപോയതും ആ കഥയൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ ഭാര്യയാണത്, ലിലിയത്ത് ആറ്റ്സ്ലി. അതെ, ഇവരെ ഹമാസ് പിന്നീട് വിട്ടയച്ചു. പക്ഷേ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ശവശരീരം കണ്ടെടുത്തു ഒക്ടോബർ 7 എനിക്കൊന്ന് കിബുട്സിൽ നിന്നല്ലേ ഇവരെ. അതെ അതെ, വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. അതെ. ഇനി മറ്റൊരു വാർത്ത, വീണ്ടും ഇസ്രായേൽ യുദ്ധത്തിന് ചില അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഇവന്മാർ ഏത് സോഴ്സാണ് എടുക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ തലക്കെട്ടുന്ന പേരിൽ അടിച്ചു വിടുകയാണ്. ഈ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇസ്രായേൽ മൊത്തം തകർന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. അവിടെ ഇറാന്റെ എയർ സ്പേസ് മൊത്തം ഇസ്രായേൽ കീഴടക്കി അവരുടെ പല മിലിറ്ററി ശേഷിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിപ്പോൾ ഏതാണ്ട് മറ്റേ ചത്ത പോലെ കിടക്കണം. ഇനി അടക്കം മിസൈൽ വിടുന്നത് ഒഴിച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇറാനുള്ളത്. നമ്മുടെ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പ്രീണനം ഓക്കെ, പക്ഷെ ഒരു മിനിമം ഒരു 2 വാർത്തയെങ്കിലും മര്യാദ കൊടുക്കണ്ടേ? അവരെന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. മലയാള മാധ്യമങ്ങളിലും ഹിന്ദി, ഇംഗ്ലീഷ്, ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെയും റോയിട്ടേഴ്സും മറ്റു ചില മാധ്യമങ്ങളും ഇടയ്ക്കൊക്കെ മര്യാദക്ക് വാർത്ത കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് 2 ഭാഗത്തും ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റീസ് ആണ്. ഇറാനിൽ 639 മരണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൽ 25 മരണം ഇന്ന് വരെ. ഇതിന്റെ വിക്കിപീഡിയ പേജിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ അധികം സമയം എടുക്കുന്നില്ല. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടും ഇസ്രായേൽ 25 പേര്, അത് ആദ്യത്തെ ഘട്ടത്തിൽ ചില മിസൈൽ ഇമ്പാക്ട് ഉണ്ടായിട്ട് മരണപ്പെട്ടതാണ്. പിന്നീട് കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ മരണം എന്ന നിലയിൽ സംഭവിച്ചിട്ടില്ല. ഇനി ഈ മരണപ്പെട്ട ആളുകൾ, അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അത് 3 സ്ഥലത്ത് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കൂടുതൽ സ്ഥലത്ത് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ വീണിട്ട്. അതിൽ ഒന്ന് മരിച്ച 2 ആളുകൾ, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ വിശദാംശമാണ്. ഇവിടെ ഇവര് ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നതായിരുന്നു. എനിക്കൊന്ന് ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കാണെന്ന് തോന്നുന്നു. ആ കുട്ടിയും അമ്മയും അവരുടെ കുടുംബം മൊത്തം മരിച്ചു. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ നമ്മുടെ സോക്കോൾഡ് മാധ്യമങ്ങളിൽ എവിടെയും കാണുന്നില്ല. സാധാരണ കുട്ടി, അമ്മ എന്നൊക്കെ, സ്ത്രീകൾ എന്നൊക്കെ കണ്ട് കഴിഞ്ഞ അപ്പം തന്നെ ചാടി വീഴുന്നവരാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇസ്രായേലിൽ മരിക്കുമ്പോൾ പിന്നെ സ്വാഭാവികം എന്ന് പറഞ്ഞ് അവർ മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു വീടിനല്ല, ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന് നേരെയുള്ള ആക്രമണത്തിലാണ് ഇവർ മരിച്ചത്, ബാത്യാം എന്ന സ്ഥലത്ത്. അതുപോലെ താമ്രയിലെ ഒരു അറബി കുടുംബത്തിലെ 4 സ്ത്രീകൾ, അവിടുത്തെ അമ്മയും മക്കളും മറ്റ് മരുമകളും എല്ലാവരും മരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത് നേരെ ഒരു വീടിന് നേരെയുള്ള ആക്രമണത്തിലാണ് വെച്ചത്. ഈ മിസൈല് ഇറാൻ്റെത് വീണിട്ട് മരണപ്പെട്ടതാണ്. ഇതുപോലെ ഒരു ഹോസ്പിറ്റലിന് നേരെ. ഞാനിത് എടുക്കാൻ കാരണം പറഞ്ഞു. അല്ല, ഇന്നൊരു പള്ളി, മുസ്ലിം പള്ളി ഹൈഫയിൽ ഒരു പള്ളിയുണ്ട്. ഞാൻ ആ ചിത്രം സമയമില്ലാത്തതുകൊണ്ട് അത് എടുക്കാത്തത്. അപ്പോൾ മുസ്ലിം പള്ളിക്ക് നേരെയും അതിനും എവിടെ ഔട്ട്റേജ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഗാസയിലോ വേറെ ഏതെങ്കിലും സിറിയയിലോ ഒക്കെ ഒരു പള്ളിയോ ഹോസ്പിറ്റലോ പള്ളിയുടെ പടം ഒന്ന് എടുക്കാവോ? ഇത് ഹൈഫയിലെ പള്ളിയല്ലേ? ഓക്കെ, അപ്പോൾ കണ്ടോ? വന്നോ? ഇല്ല. This is the one. Haifa Mosque. Okay, 1 second.
ഒറ്റ സെക്കൻഡ് പോക്കരി ദിസ് വൺ ഷോക്ക് വേവ്സ് ഫ്രം ഇതിൽ A shockwave from an Iranian missile that hit the downtown area of the northern city of Haifa on Friday have knocked out stained glass windows and caused infrastructure damage at the Al Jarina Grand Mosque built in 1775. ഈ സ്റ്റെയിൻ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്. ഇതല്ല പടം, ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ തപ്പിയെടുക്കാം. ഇത് 1700 നിർമ്മിച്ച പള്ളിയാണ്. കണ്ട ഇതിനകത്ത് ഒരു പടം വന്നിട്ടുണ്ട്. സോ ഇതിന് ഈ ആൻറ്റിക്വിറ്റിയുടെ ഒരു പ്രാധാന്യമുള്ളതാണ്. വളരെ വളരെ പഴക്കം ചെന്നാണ്. അല്ലാതെ ഇത് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് നാട്ടിലെ പോലുള്ള ആ പരിപാടിയല്ല. പ്രോപ്പറായിട്ട് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ഇഫ് യു സീ ദിസ് ഇസ് നോട്ട് റെലവെൻറ്റ് ബട്ട് ജസ്റ്റ് ലെറ്റിംഗ് യു നോ, ആ ഗ്ലാസിൻ്റെ താഴെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഏകദേശം 300 വർഷം പഴക്കമുള്ള സ്റ്റെയിൻ ഗ്ലാസ് ആണ്. ഇതിൻ്റെ ഈ പഴയ ചേർച്ചസും പള്ളികളുടെയൊക്കെ സ്റ്റെയിൻ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തും ഓരോ സെക്ഷൻ്റെയും താഴെ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് താഴെ ഇങ്ങനെ കട്ടി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചർ ഉള്ള ഒരു പള്ളിയാണ് ഇത്. വിച്ച് മീൻസ് ഗ്ലാസ് ഇസ് നോട്ട് ആക്ച്വലി എ സോളിഡ്, ഇറ്റ്സ് എ ഫ്ലോയിങ്, ഇറ്റ്സ് എ സ്ലോ ഫ്ലോയിങ് ലിക്വിഡ്. ഐ മീൻ വെരി സ്ലോലി ഫ്ലോയിങ് ലിക്വിഡ്. അത് ഇതിൽ ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. ജസ്റ്റ് ലെറ്റിംഗ് യു നോ ദാറ്റ്. ഓക്കെ, എനിവേസ് അതിപ്പോ തകർത്തു, അതിപ്പോ പൊട്ടിച്ച് ഒരു വഴിക്കാക്കി. ഓക്കെ, ഞാൻ ആ ചിത്രം അവസാനം കാണിക്കാം. എനിക്ക് ടെലിഗ്രാമിലുണ്ട്, ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കാണിക്കാം. So that was that. ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിന് നേരെയും അല്ലെങ്കിൽ സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലത്തിന് നേരെയും ഇസ്രായേൽ ഭയങ്കര ആക്രമണം നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇസ്രായേൽ അത് നടത്തുന്നത് ഈ തീവ്രവാദികൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അവിടേക്ക് വേറെ ഒരു മാർഗ്ഗമില്ലാതെ നടത്തുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് ഇതിന്റെ താഴെ പ്രത്യേകിച്ച് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളോ പട്ടാളത്തിന്റെ എന്തെങ്കിലും കേന്ദ്രങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ വീഡിയോ ഉണ്ടാക്കി വിടുകയാണ് ട്വിറ്ററിലും മറ്റും കാണുന്നത്. അല്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കേസ് പോലും ഇല്ല. എന്നാൽ ഇസ്രായേൽ പലപ്പോഴും ആക്രമണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടത്തുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അതിന്റെ താഴെയുള്ള ടണലുകളുടെ ചിത്രങ്ങൾ പുറത്തുവിടാറുണ്ട്. ഇങ്ങനെയൊന്നും വിശദാംശങ്ങളൊന്നും ഇവർ പുറത്തുവിട്ടിട്ടുമില്ല. വെറുതെ ഇമേജ് ഉണ്ടാക്കുക, പ്രൊപ്പഗാൻഡ് അടിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ പല മാധ്യമങ്ങളും അതെന്തോ മറ്റേ വേദവാക്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഈ ഔട്ട്റേജിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രത്യേക രാജ്യത്തോട് മാത്രം വിരോധം പുലർത്തുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾ നമ്മുടെ ലോകത്തുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരോട് എന്തെങ്കിലും അവരെ പിടിച്ച് കടിച്ചോ എന്നുള്ള നമുക്കൊരു സംശയമാണ്. അപ്പോൾ എന്തായാലും ഒരു മിനിറ്റ്, വീണ്ടും പോയി, എന്ത് കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു കാര്യം. ഇനി നമ്മൾ ഈ അയൺ ഡോമും ഇവരുടെ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ, അതിനകത്ത് മറ്റേ ആരോ അതേപോലെയുള്ള മിസൈൽ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശമാണ്. ജൂൺ 13 മുതൽ ജൂൺ 19 വരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങളിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര മിസൈൽ വിട്ടു എന്നുള്ളതാണ് ഈ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എത്ര മിസൈൽ വീണു, അല്ലെങ്കിൽ എത്ര മിസൈൽ അയൺ ഡോമിനും മറ്റ് മിസൈൽ പ്രതിരോധ വ്യവസ്ഥയെ കവച്ച് വെച്ച് ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കുറച്ച് തയ്യാറാക്കിയതാണ്. ഇത് പൊതുവായിട്ട് അറിയപ്പെടുന്ന വാർത്തയ്ക്കനുസരിച്ച് കണക്കെടുത്ത് ചെയ്തതാണ്. അത് ഒരാൾ ചെയ്തത് ഞാനത് അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് ഞാനും ഒരു ചാർട്ട് ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ചാർട്ടായിട്ട് എവിടെയും കിടപ്പില്ല. അപ്പോൾ ആ ഡ്രോൺ മാവിക്കിന്റെ DJIയുടെ ഡ്രോൺ ആണ്. ഇതല്ല അവര് ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത്. അതെ, ഇത് ഒറിജിനൽ ആണ് കേട്ടോ. ഇത് ഒറിജിനൽ ഹെർമിസ് ഡ്രോൺ ആണ്. ഈ ഹെർമിസ് ഡ്രോൺ ഓക്കെ, അത് ഞാൻ ഇതിൽ പറയാം. ഇന്ത്യ. ഇത് ജസ്റ്റ് ഒരു ഗ്രാഫിക് ആണ്. ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാതും ഇസ്രായേലിന്റെ എയർ സ്പേസിലേക്ക് വ്യോമപരിധിയിൽ എത്തുന്നില്ല. കാരണം ഇത് നിങ്ങൾക്കറിയാം, മിനിമം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിനിമം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള മിനിമം ദൂരം എന്ന് പറഞ്ഞാൽ 950 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഉക്രൈനിലും റഷ്യയിലൊക്കെ ഈ ഷാഹിദ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇറാന്റെ ഡ്രോണുകൾ വർക്ക് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം ഉക്രൈന് അവർ തൊട്ടടുത്ത രാജ്യങ്ങളാണ്. പക്ഷെ ഇതുവരെ ദൂരെയുള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇറാന് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിന് പരിക്കേൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ മിക്ക ഡ്രോണുകൾ അടിച്ചിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്, ഇന്നോ ഇന്നലെയോ. അപ്പോൾ അതൊരു വീടിന് നേരെയാന്ന് തോന്നുന്നു അത് വന്ന് പതിച്ചു. പ്രത്യേകിച്ച് അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ. അതായത് ജൂൺ 13 തുടങ്ങിയ യുദ്ധത്തിൽ ആദ്യമായിട്ടൊരു ഡ്രോൺ ഇമ്പാക്റ്റ് എന്നാണ് ഉണ്ടായത്. പക്ഷെ നേരെ മറിച്ച് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത് അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ വിടുന്നതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് ഇറാൻ ഇസ്രായേലിന്റെ ഒരു ഡ്രോണ് അടിച്ചിട്ടതിന്റെ വാർത്തയാണ് ഇറാനിൽ വെച്ചിട്ട്.
ഇത് മാത്രമാണ് ഇസ്രായേലിന് ഇറാനിലുണ്ടായിട്ടുള്ള കാഷ്വാലിറ്റി ആയിട്ട് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഒരു വാഹനം എന്ന് പറയും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു 85 മുതൽ 90% വരെ എഫക്റ്റീവാണ് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ. പക്ഷെ ചില സമയങ്ങളിൽ അവര് അതായത് ഇപ്പൊ ഇവിടെ ഒരു പീക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ 20 മിസൈല് 20 എത്രയോ ഇത് 20 ആണോ? ഓക്കെ, 20 ലോഞ്ച് നടന്നിട്ട് 6 ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, 20 ലോഞ്ച് നടന്നിട്ട് 6 ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശതമാനം. അപ്പൊ ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ കഴിയുന്നത്രയും എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പല ആളുകളും പറയുന്നത് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ തകർന്നു, അവർക്ക് ഇനിയൊന്നും ഈ സാധനങ്ങളൊക്കെ ഒന്ന് വീഴുന്നു. അത് അങ്ങനെ പെർഫെക്റ്റ് ആയ ഒരു സിസ്റ്റം അല്ല ഈ മിസൈൽ പ്രതിരോധ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒന്നാമത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അടിച്ചിടാൻ കഴിയുക എന്നുള്ളത് അത്രയും കുറഞ്ഞ അളവിൽ, ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ അത്രയും കുറഞ്ഞ അളവിൽ മിസൈലുകൾ വന്നാൽ മാത്രമേ സാധിക്കൂ. ചില സമയങ്ങളിൽ ഇതിന്റെ റഡാറിന്റെയും മറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഇതിന്റെ പരിധി അതല്ലെങ്കിൽ ഇതിന്റെ വീക്ക്നെസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ഈ മിസൈൽ പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല എന്ന് മനസ്സിലാക്കുക. പല ആളുകൾ ഇത് അപ്പൊ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം അല്ല ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന്. ഇത് ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ കാരണമാണെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇസ്രായേൽ ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന, അതായത് ഇത്തരം റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന വണ്ടികളും കേന്ദ്രങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അടുത്ത പേജിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇസ്രായേലിന് ഇറാനിൽ ഉണ്ടായിട്ടുള്ള പല നേട്ടങ്ങൾ. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചെടുക്കാം. അതിലൊരു കാര്യം, 360 മുതൽ 400 വരെ മിസൈൽ ലോഞ്ചർ, അതായത് മിസൈൽ വിക്ഷേപിക്കുന്ന വണ്ടികൾ മറ്റ് കേന്ദ്രങ്ങളൊക്കെ ഇറാന്റെ കയ്യിലുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ 2000 മിസൈൽ എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഈ ലോഞ്ചറും മിസൈലും തമ്മിലുള്ള ആ ഒരു കണക്ക് വ്യത്യാസം കാരണം അവർക്ക് ആദ്യഘട്ടത്തിൽ അവരൊരുപാട് മിസൈലുകൾ ലോഞ്ച് ചെയ്തിരുന്നു. 100ഉം 110ഒക്കെ അല്ലെങ്കിൽ 200ഒക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോ പകുതിയോളം ഇത്തരം ലോഞ്ചറുകൾ ഇസ്രായേൽ അവിടെ തകർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ആ ഒരു ചാർട്ട് താഴോട്ട് വരുന്നത്. സോഷ്യൽ മീഡിയ നോക്കുമ്പോ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിന്റെ ഒരു ഇത്. കാരണം ആൾക്കാര് പറയുന്നതനുസരിച്ച് മറ്റേ ഇസ്രായേലിന്റെ ഫ്ലാഗ് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് മറ്റേ സ്റ്റാർ ഓഫ് ഡേവിഡ് ലൈക്ക് ഒരു ശവപ്പെട്ടി പോലെ ആക്കിയിട്ടുള്ളതാണ് എല്ലാവരുടെയും സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ. സോ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന്. ജസ്റ്റ് ഒബ്സർവേഷൻ. അതെ, നെതന്യാഹു രാജ്യം വിട്ടു പോയി എന്നൊക്കെയാണ് എന്തൊക്കെയോ പറയാണ്. എന്താ പറയാ, അപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വാർത്ത കൃത്യത മനസ്സിലാക്കാനും കൂടി ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുക. നേരെ തിരിച്ചുള്ള എഫക്റ്റ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് എടുത്ത് വാർത്തയാക്കുക. നമ്മുടെ എനിക്കൊന്ന് മലയാള മാധ്യമങ്ങളുടെ ഒക്കെ ചില തലക്കെട്ട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇതൊക്കെ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ നടത്തുന്ന ബ്ലോഗുകളും ട്വിറ്റർ അക്കൗണ്ടുകളൊക്കെ ഉണ്ട്, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ISW എന്ന് പറഞ്ഞു, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാർ. അവർ റഷ്യ യുദ്ധത്തിന്റെയും ഇസ്രായേൽ യുദ്ധത്തിന്റെയും ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് സോഴ്സോട് കൂടി അവർ ടെലിഗ്രാമിന്റെ ലിങ്ക് അടക്കം അല്ലെങ്കിൽ ട്വിറ്ററിന്റെ ലിങ്ക് അടക്കം അവർ എവിടെ നിന്നാണ് വാർത്ത കിട്ടിയതെന്ന് അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആകുമ്പോൾ തന്നെ ഇവർ ആശ്രയിക്കുന്നത് ഇതുപോലത്തെ തെറ്റായ സോഴ്സുകളെ കോട്ട് ചെയ്തിട്ടാണ്. പലപ്പോഴും അൽ ജസീറ ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കോട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അൽ ജസീറ പറയുന്ന അതേപോലെ ഇവർ വാർത്തയെടുത്ത് പുറത്തുവിടുന്നു. ഇപ്പൊ നമ്മൾ ചില മാധ്യമങ്ങളുടെ തമ്മില് യൂട്യൂബിലെ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഖമനയാണ് യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ്. മുപ്പര് ബങ്കറിലിരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. വീണ്ടും ഇത്തരം നാശനഷ്ടങ്ങൾ ഇതിൽ ഒരുപാട് ഇറാന് സംഭവിക്കുന്നുണ്ട്. അവരുടെ മിലിറ്ററി എന്ന് പറഞ്ഞാൽ ശോഷിച്ച അവസ്ഥയിലാണ്. അവർക്ക് പ്രതികരിക്കാൻ ഒരു വ്യോമസേന പോലുമില്ല. വ്യോമാതിർത്തി മൊത്തം ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞ ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട പരാജയമാണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുക. അപ്പൊ ഇറാനിൽ നിന്ന് പ്രധാനമായിട്ട് ഇപ്പൊ വാർത്ത വരാത്ത ഒരു കാരണം കൊണ്ട് അതിനർത്ഥം ഇസ്രായേലിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്നല്ല. ഇസ്രായേലിലെ വാർത്തകളൊക്കെ പെട്ടെന്ന് നമ്മളിൽ എത്തും. കാരണം എന്താ, ഇസ്രായേലിൽ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ജനാധിപത്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് അവരുടെ പൗരന്മാരും വിദേശ മാധ്യമ പ്രവർത്തകരും വാർത്ത കൊടുക്കും.
പക്ഷേ ഇറാനിൽ നിന്ന് അങ്ങനെ പറ്റില്ല. അവർ പറഞ്ഞ് അനുവദിച്ചത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇസ്രയേൽ എയർപ്ലെയിനുകൾ അല്ലെങ്കിൽ ഇസ്രയേൽ ഡ്രോണുകൾ കൊടുക്കുന്ന ചിത്രങ്ങളും മറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ട് മനസ്സിലാക്കുക. അല്ലാതെ എന്താ പറയുക, ഇറാന് മുന്നിട്ട് നിൽക്കുന്നു, ഇസ്രയേൽ പരാജയപ്പെടുന്നു എന്നുള്ളൊരു തെറ്റായ ചിത്രം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും മറ്റൊന്ന് ഉള്ളത് ഇപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണമാണ്. അപ്പോൾ നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണും, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇസ്രയേൽ ഈ യുദ്ധം തുടങ്ങി, അവർ അത്യാവശ്യം മുന്നേറി. ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ മിക്കതും ഭൂമിക്ക് മുകളിലാണ്. പക്ഷെ ഭൂമിക്ക് താഴെയായിട്ടുള്ള 2-3 സൈറ്റുകളുണ്ട്. അതിലൊന്ന് നതാൻസിലെയും ഒന്ന് ഫോർദോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഫോർദോയിലെ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ എന്ന് പറയുമ്പോൾ മലയിടുക്കിൽ, മലയുടെ മുകളിൽ ഭൂമിക്ക് താഴെയായിട്ട് ഉള്ള ഒരു പ്രദേശത്താണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് ആ ആണവ കേന്ദ്രം. അതിന്റെ മുകൾ ഭാഗം വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തകർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ബോംബർ ഇസ്രായേലിന്റെ കയ്യിലില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് MOP എന്ന് പറഞ്ഞൊരു ബോംബുണ്ട്, എന്താണ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നൊക്കെയാണ് BLU, അത് ബങ്കർ ബസ്റ്റർ ആണ്. അതെ, ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. 57. അതെ, BLU. അപ്പോൾ ആ ബോംബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, MOP എന്ന ബോംബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ കയ്യിലും ഈ ബങ്കർ ബസ്റ്ററിന്റെ മറ്റൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷെ അതിന് 6 മീറ്ററോളം മാത്രമേ താഴോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ മണ്ണിലാണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിലേക്ക് ആ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അത് തുളഞ്ഞു പോയിട്ട് 6ാമത്തെ മീറ്ററിൽ വെച്ച് പൊട്ടിത്തെറിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതേപോലെ ഈ അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് ലോകത്ത് ഇപ്പൊ മനസ്സിലാക്കുന്നത്. റഷ്യയുടെ കയ്യിൽ ഒരു വേരിയന്റ് ഉണ്ട്, പക്ഷെ അമേരിക്കയുടെ കയ്യിലുള്ളതാണ് ഇപ്പോൾ ഈ ഫോർദോ എന്ന് പറഞ്ഞിട്ടുള്ള ആണവ കേന്ദ്രത്തിന്റെ അതിനെ നശിപ്പിക്കാൻ പാകത്തിൽ. അത് ഏതാണ്ട് 200 അടി താഴെയാണെന്ന് പറയുന്നത്. ഞാൻ മീറ്ററിൽ നോക്കുമ്പോൾ 90 മീറ്റർ 80 മീറ്റർ ആ റേഞ്ചിൽ. മീറ്റേഴ്സ് ഓഫ് കോൺക്രീറ്റ്. അതെ, അത്രയും കോൺക്രീറ്റ്. എന്റെ മാപ്പ് ഒന്ന് കാണിച്ചാൽ ഞാൻ ആ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ ഫോർദോ സൈറ്റ് അല്ല, ഇതാണ് ആ ഫോർദോ സൈറ്റ്. ഇതിന്റെ 4 എൻട്രൻസും ഈ പുറത്ത് കാണുന്ന ഈ ഒറ്റ സെക്ഷൻ മാത്രമേ നമുക്ക് പുറത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റൂ. നമുക്കല്ല, ഈ BLU 57 വെച്ചിട്ട്. സോ ഒരു 45 ഡിഗ്രി ആംഗിളിൽ യു സീ ദിസ്, ഈ മല മൊത്തം, ഈ കാണുന്ന മലയുടെ അകത്താണ് ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഈ കാണുന്ന 4, 1, 2, 3, 4, ഇതാണ് അതിൻ്റെ എൻട്രൻസ് എക്സിറ്റ് whatever, ആൻഡ് ദിസ് ഇസ് ദ സൈറ്റ്. സോ ഇതിനെ ഡിമോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിയിലാണ്, ഈ മലയുടെയും അടിയിലേക്കാണ്. അറൗണ്ട് 200 മീറ്റേഴ്സ് ഓഫ് കോൺക്രീറ്റിൻ്റെ അകത്താണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ BLU 55 ഒരു B2 ബോംബറിൻ്റെ അകത്ത് 2 എന്താ പറയുക ബങ്കർ ബസ്റ്റേഴ്സ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. ദിസ് ഇസ് അറൗണ്ട് 16,000 kilograms ആണ് ഒരു ബോംബ്. സോ ദേ വിൽ ഹാവ് ടു യൂസ് 2. ഒരെണ്ണം അടിച്ചിട്ട് പിന്നെ വീണ്ടും യൂസ് ചെയ്ത്. ഇത്രയും വലിയ ഏരിയ ആണ്, ഈ മൊത്തം ഏരിയ കവർ ചെയ്യണം. കണ്ടിന്യൂ. ഓക്കെ, എൻ്റെ സ്ക്രീൻ കാണാമോ? തീർച്ചയായിട്ടും, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ്. അവിടെ ഉള്ള എത്രത്തോളം തകർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാനിൽ തകരുന്നതിൻ്റെ വാർത്ത നിങ്ങൾ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. മറിച്ച് അപ്പോൾ നമ്മളൊരു എന്താ പറയുക, സെലക്ഷൻ ബയസ് എന്നോ അങ്ങനെ പറയും, നമ്മൾ എടുക്കുന്നത് മാത്രം വെച്ച് നമ്മൾ വിലയിരുത്തുകയാണ് യുദ്ധത്തെ. നമ്മൾ ഒരു സൈഡിന്റെ അപ്പോൾ അങ്ങനെ ഒരു ബയസ് കൊണ്ട് മാത്രമാണ് ഈ മാധ്യമങ്ങൾ ഇതുപോലത്തെ തലക്കെട്ടുകൾ കടിച്ചുവിടുന്നത്. കാരണം ഈ യുദ്ധത്തിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ 2 സൈഡ് നോക്കണം, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ. മിലിറ്ററി വൈസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പട്ടാളത്തിന് വെച്ച നഷ്ടം നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ഡ്രോൺ പോയതല്ലാതെ ഒരു നഷ്ടവും നമ്മൾ കാണുന്നില്ല. എന്നാൽ മറിച്ച് സിവിലിയൻ കാഷ്വാലിറ്റീസ് നോക്കുമ്പോൾ മാത്രമാണ് ഇസ്രായേലിലെ ആളുകൾ കൊല്ലപ്പെട്ടതും പരിക്കുള്ളതും മറ്റതും ആളുകൾ വീട് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു തെറ്റായ ചിത്രം നൽകുന്നത് വഴി ഉള്ള ഒരു പ്രത്യേക പ്രീണനം ആണ് എനിക്ക് തോന്നുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും ഒരു മിനിമം ഇതിപ്പോ ഈ വിഷയത്തിൽ മാത്രമല്ല, മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലും ഇവർക്ക് എവിടെ നിന്നാണ് ഈ വാർത്തയുടെ സോഴ്സ് എന്ന് പോലും അറിയാതെ എവിടെ നിന്നൊക്കെയോ വാട്സപ്പിലോ മറ്റോ ഒക്കെ ഉള്ള സാധനമൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ട്വിറ്ററിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് അടിച്ച് കാറ്റുവിടും. എന്തായാലും
അപ്പോൾ ഇത് IDF പുറത്തുവിട്ട ചിത്രമാണ്, അതുകൂടി മനസ്സിലാക്കുക. അവർക്ക് അവിടെ ഡ്രോണുകളും മറ്റു കാര്യങ്ങളും വെച്ച് ഇത്ര ചിത്രങ്ങൾ എടുക്കാനും അത് പുറത്തുവിടാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സാധനം ഇപ്പോ ഇസ്ഫഹാന്റെ ചിത്രം നോക്കാൻ വേണ്ടി സാറ്റലൈറ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളുണ്ട്, നല്ല വിലയാണ്. അത് വെച്ചിട്ടും നിങ്ങൾക്ക് കൺഫേം ചെയ്യും. അപ്പോൾ അങ്ങനെയും കൺഫേം ചെയ്ത ചിത്രങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇറാൻ ചെയ്യുന്ന പോലെ AI, അതായത് AIയുടെ ദുരുപയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എനിക്കൊന്ന് രാജ്യമാണ് ഇറാൻ. ഇപ്പോ എന്തൊക്കെ ചിത്രങ്ങളാണെന്നറിയോ? ഹോസ്പിറ്റലിന്റെ താഴെ ടാങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലില് മിസൈല് ഹോസ്പിറ്റലിൽ വീണ സമയത്ത് അതിന്റെ താഴെ ടാങ്ക് ഒളിപ്പിച്ചതിന്റെ AI വീഡിയോ എന്തൊക്കെയാണ്. മൊസാദിന്റെ ബിൽഡിങ്ങിന്റെ ചിത്രം കണ്ടില്ലായിരുന്നോ? അത് മാത്രമല്ല, ഇവര് പറയുന്നത് എത്രയോ മൊസാദിന്റെ ഏജന്റുമാർ ഒരു ഇറാനിൽ നിന്ന് പിടിച്ചു, ഒരു ഇസ്രായേലി പൈലറ്റിനെ, ഒരു സ്ത്രീയെ പിടിച്ചു, ഒരാളെ തൂക്കിക്കൊന്നു. അത് അയാൾ 2023 പിടിച്ചതാണ്. അപ്പോ അത് വെച്ചിട്ടൊക്കെ ഇത് എന്താ പറയാ, പൂർണ്ണമായിട്ടും വെരിഫൈ ചെയ്യാൻ പറ്റാത്ത പലതരം വാർത്തകൾ. ഒരു വാർത്തയാണ് നിങ്ങൾക്ക് സഹിക്കാം, അത് അവർക്ക് ഓക്കെ ആ സോഴ്സിൽ നിന്ന് അവർക്ക് കിട്ടി, കുഴപ്പമില്ലാന്ന് പറയും. എല്ലാ വാർത്തകളും ഇതേപോലെ. നിങ്ങൾ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാൽ വെരിഫൈ ചെയ്തൊരു വാർത്തയുണ്ട്. അതായത് സൈബർ പോലീസ് ഇറാന്റെ, ഇതാണ് അവരുടെ കെട്ടിടം, ഇത് അവരും വെരിഫൈ ചെയ്ത സാധനമാണ്. ഇത് ഇറാന്റെ സൈബർ പോലീസിന്റെ എന്റെ സ്ക്രീനിൽ കാണുന്നത് അവിടുത്തെ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അത് ലൂപ്പ് ചെയ്യുന്നത് വന്നു സൈബർ പോലീസ് ആണ്. നിങ്ങൾ ആ ബോർഡ് കണ്ടായിരുന്നില്ല? ഇത് AI അല്ല കേട്ടോ, ഇത് ഏതോ പാവപ്പെട്ടാണ് അതിൽ വണ്ടി ഓടിച്ച് പോയപ്പോൾ എടുത്താണ്. ഇതാണ് ഇപ്പൊ ആ സൈബർ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇന്നത്തെ അവസ്ഥ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാ സൈബർ പോലീസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ അല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉറപ്പാണ്. ഇത് അവിടുത്തെ സൈബർ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. എനിവേസ് കണ്ടിന്യൂ. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാമോ? യെസ്, കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പൊ വീണ്ടും ഇസ്രായേൽ ഒരുപാട് ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, കാർ ബോംബും മറ്റും ഉപയോഗിച്ചിട്ട്. അതിൽ ഒരാള് ഇപ്പൊ ഈ അടുത്ത് കൊലപ്പെടുത്തിയത് ഒരാളുടെ പേരാണ് ഇസാർ തബത്തബായ് കാംഷൻ. അതേപോലെ 2 മിലിറ്ററി കമാൻഡർമാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് UAV മറ്റേ ഡ്രോണുമായി ബന്ധപ്പെട്ട IRGCയിലെ അവരുടെ മതപട്ടാളത്തിലെ, ഇറാന്റെ മതപട്ടാളത്തിലെ ഒരു കമാൻഡറാണ്. അതേപോലെ സയ്യിദ് ഇസാദി എന്ന് പറഞ്ഞിട്ടുള്ള പലസ്തീനുമായി ബന്ധപ്പെട്ട ഒക്ടോബർ 7 ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിയാണ് ഇയാളുടേതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 പേരെ കൊലപ്പെടുത്തിയിട്ട് വേറെ മറ്റനേകം കമാൻഡർമാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷെ എല്ലാത്തിന്റെയും വാർത്ത നമുക്ക് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട്, അതായത് ഒരു കമാൻഡർ ആദ്യം ഇസ്രായേൽ 13-ാം തീയതി കൊലപ്പെടുത്തിയ കമാൻഡറിന്റെ പകരം നിർമ്മിച്ച കമാൻഡറെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അടുത്ത വരുന്ന ആള് അതെ മൂപ്പര് കഥ 4 ദിവസത്തെ സർവീസ് മൂപ്പര് ഗവൺമെന്റ് ഇതിലൊക്കെ പറയുന്ന പോലെ. സ്റ്റേഷനറിയും HR വിളിച്ചിട്ട് ഈ പാർക്കിംഗ് കാർഡ് പോലും പുള്ളിക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ID കാർഡ് പോലും ഇല്ല. ID കാർഡ് ഇഷ്യൂ വേണ്ടി ആളടുത്തേക്ക് വന്നപ്പോ ഓഫീസിലെ ആളിത് മയ്യത്തായിട്ടിരിക്കണം. പാത്തുകൂടെ ഉണ്ടല്ലോ അല്ലേ? ഞാനിപ്പോ കിരണിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ കമന്റ് ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. സോ ഇസ്രായേൽ ഇങ്ങനെ ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു, ലൈക്ക് റൂമിൽ പോയിട്ട് അവിടെ നിന്ന് പൊക്കുന്നു എന്നൊക്കെ. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? ലൈക്ക് ഹമാസിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വന്നാൽ പോരെന്ന്. സോ അതിനെന്താ എനിക്ക് പറയാനുള്ളത്? ഹമാസിനെ ടാർഗറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഹമാസ് എവിടെ ഇരിക്കുന്നത്? ഹമാസ് ഇതേപോലെ വീട്ടിൽ കിടന്നുറങ്ങല്ല, ഹമാസ് വീട്ടിന്റെ താഴെ കിടന്നുറങ്ങുന്നത്. അവര് ടണലിലാണ് ഇരിക്കുന്നത്. അതിന് മാത്രല്ല ഇപ്പൊ ഇന്ന് ഈ നസ്രുള്ളയുടെ എയ്ഡിന്റെ ഒരു സെക്കൻഡ് കേൾപ്പില്ലേ, അത് മാത്രല്ല, അതായത് ഹമാസ് ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന മൊമെന്റിൽ അവർ ഉടനെ വേഷം മാറും. അത് ഡോക്ടറായിട്ട് മാറുന്നു, വക്കീലായിട്ട് മാറുന്നു, പ്രസ് റിപ്പോർട്ടറായിട്ട് മാറുന്നു, ടീച്ചർമാരായിട്ട് മാറുന്നു, ഹോസ്പിറ്റലിലെ നഴ്സുമാരായിട്ട് മാറുന്നു, പിന്നെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സിവിലിയനായിട്ട് മാറുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇപ്പം നമ്മൾ ഈ അറ്റാക്ക് നടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായി, അതിൻ്റെ ഇടയിൽ ഇവർ വലിയ തോതിൽ പ്രശ്നമൊക്കെ നേരിട്ട് അതിനുശേഷം ഈ വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ പിന്നെ നമ്മളെന്താ കണ്ടത്? ഇവർ മുഴുവൻ വേഷമൊക്കെ മാറി വീണ്ടും വരുന്നു. അപ്പോൾ അപ്പുറത്ത് ഈ പ്രസ്സിൻ്റെയും മറ്റ് സംഗതികളിലേക്ക് യൂണിഫോം കുറേ ഊരി ഇട്ടത് എടുക്കാൻ പറ്റിയെന്നൊക്കെയാണ് തമാശക്കാണേലും പറയുന്നത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. യെസ്, കൈപ്പള്ളി എന്തോ പറയാൻ തുടങ്ങിയത്. ഇതാണ് ഈ നമ്മുടെ ഈ ഹസൻ നസ്രുള്ളയുടെ മകൻ്റെ ഈ അബു അലി ഖലീൽ, ഈ ഇടതുവശത്ത് കാണുന്ന ആളാണ് അബു അലി ഖലീൽ. ഹീസ് ആൻ എയ്ഡ് ടു ഹസൻ നസ്രുള്ള ആൻഡ് അയാളുടെ മകൻ ഹൈദർ അൽ മുസാവി. അയാളുടെ പടമില്ല,
പക്ഷേ ഈ അബു അലി ഖലീൽ അതേപോലെ ലീഡർ ടു ദ ഇറാഖി സയ്യിദ് അൽ ഷുഹുദ ബ്രിഗേഡ് were killed as the occupations of bombings of Iran. ഇറാൻ്റെ ബോംബിങ്ങിൽ ഈ എയ്ഡുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത് നിൽക്കുന്നതാണ് ഹസൻ നസറുല്ല. അപ്പം എല്ലാവരും ആള് മറ്റേ ബോൾസ് പോയ ടീമാണോ നമ്മളെ? അതെ അതെ, ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച്. ഇയാള് ബോൾസ് പോയിട്ടില്ലെന്ന് തോന്നുന്നു, അറിയില്ല, പറയാൻ പറ്റില്ല. Sorry, what is this talk about balls? Can you loop me in? എന്താണ് നിങ്ങൾ PG-13 സംസാരിക്കുന്നത്? അത് ഇസ്രായേലിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു, പേജർ അറ്റാക്ക്. പേജർ അറ്റാക്ക്. പേജർ അറ്റാക്ക്. അത് ഓക്കെ. ഈ പേജർ വെക്കുന്ന സ്ഥലം ഈശയിലാണല്ലോ, ഈശയുടെ അടുത്ത് ബോൾസ് വന്നാൽ പ്രശ്നം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് പോക്കിന് മുമ്പ് പറഞ്ഞൊരു പോയിന്റോട് കണക്ട് ആകും. ഇപ്പൊ കൈപ്പള്ളി പറഞ്ഞിട്ടില്ലേ, എന്താ പറയാ, സ്റ്റെയിൻഡ് ഗ്ലാസ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇപ്പൊ ഇസ്ലാമിന് ബ്യൂട്ടിഫുൾ തിങ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നത് പണ്ടേ ഒരു സ്വഭാവമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഈ ബോൾസ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. വെരി അൺഫോർച്ചുനേറ്റ്. യെസ്. കാരണം ആ പ്രദേശം ഇപ്പം ആരിഫ് പോയ സ്ഥലമാണ്. അവിടെയുള്ള പള്ളികളും സിനഗോഗ്സും എല്ലാം തന്നെ ഏകദേശം 100-300-400 വർഷം പഴക്കമുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇറ്റ്സ് ഗോട്ട് ലൈക്ക് സോ മച്ച്. കയ്യിലുണ്ട് കുറെ ചിത്രങ്ങളുണ്ട്, കുറെ നല്ല രസമാണ് അത് കാണാൻ. പിന്നീട് ആവാം. ബൈ ദ വേ, ദ B2 ബോംബർ ഞാൻ നേരത്തെ മെസ്സേജ് ചെയ്തത്, അതൊരു ഏകദേശം 2 മണിക്കൂർ മുമ്പാണ്. അത് ഓൾറെഡി അത് അവിടുന്ന് പോയി തുടങ്ങി. ഐ മീൻ റീഫ്യൂലിംഗ് കഴിഞ്ഞ് B2-ന്റെ ഒരു റീഫ്യൂലിംഗ് സൈക്കിൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് അപ്രോച്ചിങ് ദിസ് സൈറ്റ്. പ്രോബബ്ലി വിത്തിൻ ദ നെക്സ്റ്റ് 3 hours there will be some action happening in ഫോർദോ. ഫോർദോ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇറാനിയൻസിന്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്താൽ അറിയാം. സോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ലൈക്ക് ഇസ്രായേൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഇറാനില്, ലൈക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ. പക്ഷെ ഇറാൻ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സോ കാഷ്വാലിറ്റി ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കണം, കാരണം ഇറാനിയൻസിന് ഇൻഫർമേഷൻ കിട്ടുന്നില്ല ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള. അതെ, അവിടെ ഇന്റർനെറ്റും മറ്റ് ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷനും ആളുകളെ ചെക്ക് ചെയ്യുന്നതും അവരെ ഫോണൊക്കെ പിടിച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ വരുന്നില്ല. അതിനോടൊപ്പം ഈ സ്ക്രീൻ ഒന്നും കൂടി കാണിച്ചു നോക്ക്. ആ ഇന്റർനെറ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഇതാണ് 6-ാം തീയതി, ഐ മീൻ അതായത് 19-നും 21-നും ഉള്ള ഇന്നത്തെ അവസ്ഥ. അവിടുത്തെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ, ഇന്റർനെറ്റിൽ യാതൊരു അവൈലബിലിറ്റി, ടോട്ടൽ ഷട്ട് ഡൗൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ഫ്രം ഇസ്രായേൽ. ഈ netblocks.org നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ ഇന്റർനെറ്റ് വെതർ, the condition and availability of internet connectivity എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം 0, ഐ മീൻ വെരി വെരി ലോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. പലരും വേറെ മാധ്യമങ്ങളൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇദ്ദേഹം അതിന്റെ കൊലപാതകം സ്ഥിരീകരിച്ചിട്ടില്ല. അവര് ഒരുപക്ഷെ ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി ഇയാൾ പരിക്കേറ്റു എന്നാണ് ഒരു റൂമർ ഉള്ളത്. ഓക്കെ, ഇയാൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാനും ഹൂത്തികളും തമ്മിലുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട ഒരു ആളാണ്. ഇപ്പോൾ അവരുമായിട്ടുള്ള മറ്റു കച്ചവടങ്ങളും മിസൈൽ കൊണ്ടുവരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രധാന ഹൂത്തി നേതാവാണ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഖമാരി. അപ്പോൾ ഇയാള് വെറ്റില മേടിക്കാൻ പോകുമ്പോഴാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മൂപ്പര് അവിടെ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല ഇങ്ങനെ ചവച്ചോണ്ട് നടക്കുമെന്നാണ് പറയാം. ഞാൻ ചിത്രം എടുത്ത് കാണിച്ചു തരാം. അത് നല്ല രസമാണത്. ഞാൻ ചവച്ചിട്ടില്ല, സോറി, എനിക്കറിയില്ല. ഇല്ല, ഇസ്രായേലിലുണ്ട്, ഇസ്രായേലിലും അറബ് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് തോന്നുന്നു. അത് ഒമാന്റെ സദർൻ റീജിയനില്, അതുപോലെ യമൻ ഒമാൻ ബോർഡറിലൊക്കെ ഇത് കിട്ടും. അതെ, യമനില് അതൊരു വലിയൊരു പാൻഡമിക് ആണെന്നാ പറയുന്നത്. കേഴ്സ് ഓഫ് യമൻ എന്നാണ് അതിന് പറയാ. നമ്മുടെ നാട്ടില് പാൻ കൂർക്ക പോലെ അല്ലേ? അതെ, അതിനേക്കാളും കച്ചറയാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു റിപ്പോർട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ കാണിക്കാൻ ഒരു സെക്കൻഡ്. ഇതൊന്ന് കാണുന്നത് നല്ലതാ. അത് പറഞ്ഞു നന്നായി, കാരണം ദിസ് ഇസ് സംതിങ് കൊളാട്രൽ. കൊളാട്രലി നമുക്കത് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് സെക്കൻഡ്. ടോം ഹാങ്സിന്റെ ഒരു പടത്തിൽ ഇത് കാണിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന പടത്തിൽ ഒരു സൊമാലിയൻ കൊള്ളക്കാരനൊക്കെ. യെസ്, ഇത് കാണുന്നുണ്ടോ? ദ കേഴ്സ് ഓഫ് യമൻ. ഇതാണ് ലഹരി പാടില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിലിരിക്കാത്ത കുട്ടികളാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് അതിൽ അവർ പറഞ്ഞത്. യമനീസ് ലോങ് ഹെൽഡ് ഫോൺനെസ് ഫോർ ച്യൂയിങ് ഹാർട്ട് ഈസ് ഡൂയിങ് റിയൽ ഡാമേജ് ടു എ വെരി പുവർ കൺട്രി. ഇത് 16 വർഷം മുന്നേ ഉള്ളതാണ്. അതാണ് ആലോചിക്കേണ്ടത്. ഇത് അവിടെ ഒരു എപ്പിഡമിക് ആണ് ഈ സാധനം. ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. യെസ്, യു ക്യാൻ സെർച്ച് മോർ ഓൺ ദാറ്റ്. ഇത് കാണാമോ? ഞാൻ
നേരത്തെ പറഞ്ഞ പള്ളിയാണത്. ഹനന്യ, കാണാം. ആ അപ്പോ ഇത് അൽജരീന മോസ്ക് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇപ്പോ ഒരു കാര്യമുണ്ട്, ഇനി യുദ്ധത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള അനിശ്ചിതത്വമുണ്ട്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്ഥാനങ്ങളൊക്കെ കേട്ടാണ് പുള്ളി എന്താ മറ്റേ ബൈഡന് മാനസികമായിട്ട് ശരിക്കും പുള്ളി ആകെ വയസ്സായതിന്റെ ഭാഗമായിട്ട് തളർന്നിരുന്നു. ഇയാൾക്ക് ബോധമുള്ളപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ഇയാൾ കുറെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നുണ്ട്. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മറ്റു യുദ്ധങ്ങളിലൊന്നും ഇടപെടേണ്ട, നമ്മൾ ബാക്കിയുള്ളവരുടെ യുദ്ധത്തിന്റെ പിന്നാലൊന്നും പോകണ്ട എന്നുള്ളൊരു അതിനൊരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം അമേരിക്കൻ്റെ ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു നരേറ്റീവ് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അടക്കം, ട്രംപ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലടക്കം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേരി അവിടെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും. നമ്മൾ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർക്കും നമ്മുടെ ബേസുകൾക്ക് നേരെ ആക്രമണം വരാം ഇറാന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംശയം അവിടെ ഉണ്ട്. അപ്പൊ ഇത് സംഭവിക്കുമെന്ന് അറിയില്ല. ഈ ഫോർദോ എന്ന് പറഞ്ഞിട്ടുള്ള ആണവ കേന്ദ്രം തകർക്കുമോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിച്ചില്ല. പിന്നെ ട്രംപിന്റെ പ്രസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഞാൻ അടിക്കുമോ അടിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം, അത് ചിലപ്പോൾ അടിക്കും ചിലപ്പോൾ അടിക്കില്ല, ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോ എന്നിട്ട് പുള്ളി പറയാണ് പുള്ളിക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി പറയുന്നത് ഇറാൻ ഇപ്പൊ തോറ്റുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇറാനോട് സംസാരിക്കണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാളെ ഇസ്രായേലാണ് തോക്കുന്നെങ്കിൽ ഇസ്രായേലിനോട് ഇതേ കാര്യം പറയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പുള്ളി ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ റഷ്യയുടെ യുക്രൈന്റെ കാര്യത്തിലാണെങ്കിൽ ഉക്രൈൻ തോറ്റു നിൽക്കുന്നതുകൊണ്ടാണ് ഉക്രൈനെ പുള്ളി സപ്പോർട്ട് ചെയ്യാത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുള്ളിയുടെ രാജ്യത്തിന്റെ സഖ്യകക്ഷികളൊക്കെ എന്താണ് ഇപ്പോ ഇത് വെച്ച് മനസ്സിലാക്കേണ്ടതെന്ന് ആലോചിച്ചു. അമേരിക്ക പോകുന്ന അല്ല, അപ്പൊ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ ജയിച്ചിരിക്കണോണ്ടാണോ? പാകിസ്ഥാൻ പുള്ളിക്ക് വിരുന്ന് കൊടുത്തതാണ്. അതുകൊണ്ടായിരിക്കും. ട്രംപിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. അതായത് ട്രംപ് ഇവിടെ ആൽബർട്ടയിൽ ഇപ്പം വന്ന് ഒരു 6 മണിക്കൂർ മാത്രമേ അയാൾ നിന്നുള്ളൂ. ലോക നേതാക്കന്മാർ ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് തന്നെ ട്രംപ് എല്ലാവരും കൈയും കൊടുത്തിട്ട് കുറച്ച് പേരെ മാത്രമേ കണ്ടുള്ളൂ, സീരിയസ് ആയിട്ട് സംസാരിക്കാനൊന്നുമില്ല. എന്നിട്ട് ഉടനെ ഇയാൾ സിറ്റുവേഷൻ റൂമിലേക്ക് വാഷിങ്ടണിലേക്ക് മടങ്ങി. ഇത്രയും ദൂരം പ്ലെയിനിൽ വന്നിട്ട് തിരിച്ച് അയാൾ അമേരിക്കയിലേക്ക് തിരിച്ചു മടങ്ങിപ്പോയി. ആൻഡ് അവിടെ ചെന്നിട്ട് ഈ ആസിം മുനീറിനെ വിളിച്ചു വരുത്തി. ലോകത്തിൽ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭരണാധികാരി വേറൊരു ഭരണാധികാരിയുമായിട്ടാണ് ആ പ്രോട്ടോക്കോൾ. പാകിസ്ഥാന്റെ ഭരണാധികാരികളല്ല വിളിച്ചു വരുത്തിയത്, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, അവരെയൊന്നും അല്ല വിളിച്ചു വരുത്തിയ ആരെയാണ്? അവിടുത്തെ പട്ടാളത്തലവൻ, അവിടുത്തെ ഫീൽഡ് മാർഷൽ ആസിം മുനീർ, അങ്ങേരെ വിളിച്ചാണ് വരുത്തിയിട്ട്. എന്തൊരു നാണക്കേടെന്ന് നോക്കണം. പാകിസ്ഥാൻ ഒരു വലിയ നാണക്കേടാണ്. കാരണം അവിടുത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞെന്തരാണ്, ഞങ്ങൾ അടിക്കാൻ പോയാണ്, ചേട്ടൻ ഇതിലൊന്നും ഇടപെടരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട, മാന്യമര്യാദയായിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിച്ച ഞങ്ങൾ തരാം. ഉടനെ തന്നെ വേണ്ട പാകിസ്ഥാൻ ട്രംപിന് നൊബേൽ പ്രൈസിന് ജെനുവിൻ പീസ് മേക്കർ ആണെന്ന് പറഞ്ഞിട്ട് ആണ്. കൈക്ലി, I think you're having very high standards for Pakistan. പാകിസ്ഥാൻ എന്തൊരു നാണക്കേടില്ല. എന്നാലും ഒരു രാജ്യമാണ്, ഒരു രാജ്യമായ നിലയ്ക്ക് ഒരു പ്രോട്ടോകോൾ അല്ലേ. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു നിലവാരമില്ലേ? വിളിച്ചു വരുത്തുമ്പോഴത്തേക്ക് അവിടുത്തെ കൂടെ ഒരു പ്രൈം മിനിസ്റ്ററും കൂടി വരട്ടെ. വേറെ ആരും വരണ്ട, എനിക്കിപ്പോ ആസിം മുനീറിനെ മാത്രം കണ്ടാൽ മതി, കാരണം അവിടെ ഭരണം നടത്തുന്നത് ആസിം മുനീറാണ്. വരട്ടെ, വന്ന്. ഒരു ചെറിയൊരു 2 പോയിന്റ് കൂടി ഉണ്ട്, ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും സംസാരിച്ചോളൂ. അത് ഒന്ന്, ഇപ്പോ യുദ്ധം ഈ 2 ആഴ്ച കൊണ്ട് നിൽക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഇനി അറിയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയുന്ന നരേറ്റീവ് ആണവ ആയുധത്തുമായി ബന്ധപ്പെട്ടാണ്. ആണവായുധം ഇനിയും ഉണ്ടാക്കാം. അപ്പൊ ഇറാനെ തകർത്താലും ഇറാന് വീണ്ടും ആ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുകയൊക്കെ ചെയ്യാം. അപ്പൊ ആണവായുധം പൂർണ്ണമായിട്ട് ഒരു രാജ്യം എടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറാന് അവിടുത്തെ ഭരണം തന്നെ തകർന്നാലും അത് സംഭവിക്കാം. പിന്നെ കമനി ബങ്കറിൽ ഇരുന്നുകൊണ്ട് തന്നെ മൂപ്പര് കൊല്ലപ്പെട്ടാൽ വരേണ്ട ആളുടെ പേരൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് 3 പേരുടെ. അപ്പൊ അങ്ങനെ ഇനി മുല്ലമാര് അടുത്ത മുല്ലയോ ചെമ്പരത്തിയോ വന്നാലും അവിടെ വീണ്ടും ഇത് സംഭവിക്കാം. ആണവായുധത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം സംഭവിക്കാം. ഇപ്പൊ തന്നെ കുറച്ച് യുറേനിയം ഒക്കെ എവിടെയൊക്കെ എടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചെയ്യുന്നത് ഒക്ടോബർ 7 ഉള്ള പ്രതികാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരിപ്പോ പറയുന്നത് യുദ്ധം വീണ്ടും നീണ്ടുപോകുന്നത് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അവരുടെ വ്യോമാതിർത്തി മൊത്തം അവർ പിടിച്ചെടുക്കരുത്, ഇനി വേണ്ടത്ര നശിപ്പിച്ചിട്ട് പോയാൽ മതി എന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഫോർദോ എന്ന് പറഞ്ഞ ആ ഒരു ആണവ കേന്ദ്രം നശിപ്പിക്കുമോ എന്ന് നമുക്ക് അറിയില്ല.
അത് അമേരിക്ക കൈവിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ വേറെ തരം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇനി അമേരിക്ക ബോംബർ വെച്ച് ആക്രമിച്ചില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും എന്നിട്ട്. അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പൊ ഇതിന്റെ ഭാവി എന്തായിരിക്കും നമുക്കിപ്പോ ഒരു അനിശ്ചിതത്വത്തിലാണ്. IDF ഇസ്രായേൽ പട്ടാളം പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വീണ്ടും സമയം എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, 2 ആഴ്ച കൊണ്ട് ഈ ക്യാമ്പയിൻ നിൽക്കില്ല. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.